പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും വോട്ടിനിട്ട് പാസ്സാക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഭാഗത്തൊന്നും ഇടുക്കിയുടെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നിരുന്നില്ല. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ അഭിപ്രായം അത് മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്നതിനെതിരാണ്. ജനങ്ങൾ, ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഒരുപോലുള്ള അവകാശമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. അത് ഭരണഘടനാ ധാർമ്മികതയുടെ അടിസ്ഥാനമാണ്. ആ ഭരണഘടനാ ധാർമ്മികതയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായി ജാതി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായ പൗരത്വത്തിന്, മതം പൗരത്വത്തിന് മാനദണ്ഡമാകുന്ന ഒരു നിയമം പാസാക്കിയ ഘട്ടങ്ങളിൽ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായും അതിനെതിരായി പ്രതികരിക്കുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസ നാടകങ്ങൾ നടത്തുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് UDF സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വോട്ടിനിട്ടു. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ വോട്ടിനിടുമ്പോൾ ആ പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായി ഇന്ത്യയിൽ ആരൊക്കെയുണ്ട് എന്നാണ് അതിലൂടെ അവിടെ അന്വേഷിക്കപ്പെടുക. അപ്പോൾ 138 കോടി ജനങ്ങളിൽ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 12 ലക്ഷത്തോളം വരുന്ന സമ്മതിദായകർ എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് പാർലമെന്റ് രേഖകളിൽ ഉണ്ടാവുക പാർലമെന്റ് അംഗം എടുക്കുന്ന നിലപാടിലൂടെയാണ്. ആ വോട്ടിങ്ങിൽ CAA-ക്കെതിരായി ഇടുക്കി വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം CAA-ക്കെതിരായി പാർലമെന്റ് നടപടിക്രമങ്ങളിൽ നിയമം പാസ്സാക്കുമ്പോൾ രേഖപ്പെടുത്താതെ പോയ ഏറ്റവും വലിയ ദുരവസ്ഥ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ പൊറാട്ട് നാടകങ്ങളുമായി ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ 5 വർഷക്കാലം പാർലമെന്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി നിന്ന ഒരാളെന്ന നിലയിൽ അക്ഷന്തവ്യമായ ഗുരുതരമായ കൃത്യവിലോപമാണ് പാർലമെന്റ് അംഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ ഗുരുതരമായ കൃത്യവിലോപം മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഈ ശ്രമങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ നാടിനോട്, ഇവിടുത്തെ ജനങ്ങളോട്, ഇതിൻ്റെ ദുരന്തമേറ്റ് വാങ്ങുന്ന ന്യൂനപക്ഷങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള കൂറുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് പരസ്യമായി മാപ്പ് പറയുകയും ജനങ്ങളോട് തെറ്റേറ്റു പറയുകയുമാണ്.